ഇവിടെ കാണിക്കുന്നത് തണ്ണീർമുഖം ബണ്ടില് 2-3 പിക്നിക് സ്പോട്ടുണ്ട് അവിടെ ധാരാളം ഹൗസ് ബോട്ടും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ ഭംഗിയാണ്. ചെറിയ ചെറിയ പിക്നിക് സ്പോട്ടാണെങ്കിലും അവിടെ ധാരാളം ആളുകൾ വരാറുണ്ട്, കാണാറുണ്ട്. നമ്മൾക്ക് നല്ല ഭംഗിയാണ് കാണുന്നത്. വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ധാരാളം ഹൗസ് ബോട്ടുകളും അതോടൊപ്പം തന്നെ സ്പീഡ് ബോട്ടുകളും ഒക്കെ നിരന്ന് കിടക്കുകയാണ്. സ്പീഡ് ബോട്ടിലൊക്കെ കയറുമ്പോൾ നമ്മൾക്ക് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്, എന്നാലും ആൾക്കാർ കയറുന്നുണ്ട്. ഹൗസ് ബോട്ടിലാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ഒരു പിക്നിക്കിനായിട്ട് അവരുടെ ഒരു ദിവസത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരുടെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ഇതിനകത്ത് വെച്ച് നടത്താറുണ്ട്. അത് വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. അതിങ്ങനെ കറങ്ങി കായൽ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ്. ധാരാളം ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എത്രയോ ഭംഗിയാണ്. എനിക്ക് വളരെ ഭംഗിയുണ്ട്. ഞങ്ങളും അവിടെ കുറേ നേരം നിന്ന് ഇതൊക്കെ ആസ്വദിച്ചു. ഇതാണ് സ്പീഡ് ബോട്ട്. കണ്ടോ, കുതിച്ച് വരുന്നത് കണ്ടോ. ഇത് നല്ല ഒരു ഏരിയയാണ്. നല്ല ധൈര്യം അതിനകത്ത് ഇരിക്കാനായിട്ട്. അതിനകത്ത് ജാക്കറ്റൊക്കെ ഇട്ടാണ് അവർ ഇരിക്കുന്നത്, എന്നാലും ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നാലും ഒരു ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കയറിയില്ല കേട്ടോ. അതിനകത്ത് കയറുന്ന ചാർജ് 5 സീറ്റാ മറ്റേ ഉള്ളത്. 5 പേർക്ക് കയറാം. 1000 രൂപയും മറ്റെയാണ് അതിൻ്റെ ഫീസ്. അവരിങ്ങനെ ഇങ്ങനെ കറക്കി ഇങ്ങനെ സ്പീഡിൽ പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ധൈര്യമൊക്കെ ഉള്ളവർക്ക് കയറാം. കയറുന്നുണ്ട്. ഇതാണ് ബോട്ട്. അവിടെ കുറച്ച് ചെറുതാണ്. അതിനകത്ത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകുന്നതും അതൊരു രസമാണ്. പോകുന്നത് അതിനകത്ത് കയറുന്നതും ഒക്കെ രസമാണ്. ധാരാളം പേർ അതിനകത്ത് കയറുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം കണ്ട് രസിച്ചു എന്നല്ലാതെ ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. കയറാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കയറാഞ്ഞത്. ഇങ്ങനെ കുതിച്ച് വന്നാൽ അത് വെള്ളത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന കണ്ടോ. അത് ഇച്ചിരി പേടിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ കയറാഞ്ഞത്. എന്നാലും ധാരാളം പേർ കയറുന്നുണ്ട്, കയറി അതിൽ ആസ്വദിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ 3 പിക്നിക് സ്പോട്ടിലും ഇതടുക്കും എന്നെനിക്ക് തോന്നുന്നു. ഹൗസ് ബോട്ട് പക്ഷേ പ്രത്യേക ആ സ്പോട്ടിൽ മാത്രമേ അത് അടുക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആ പ്രത്യേക സ്ഥലത്തു നിന്ന് തന്നെയായിരിക്കും ഈ സ്പീഡ് ബോട്ട്. എനിക്ക് തോന്നുന്നു ഈ 3 സ്ഥലത്തും പിക്നിക് സ്പോട്ടിലൊക്കെ അടുത്ത് കയറാൻ ഇഷ്ടമുള്ളവരൊക്കെ കയറി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചൊക്കെ വരുന്നത് കണ്ടു. പിന്നെ അതിനോടൊപ്പം തന്നെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. ഒരു നല്ലൊരു കൗതുകകരമായ ചെറിയൊരു പിക്നിക് സ്പോട്ടായിട്ട് നമുക്കതിനെ കാണാം. ഞങ്ങൾ അങ്ങനെ അതിലേ പോയപ്പോഴവിടെ ഇറങ്ങി കുറച്ച് നേരം ആസ്വദിച്ചിട്ടൊക്കെയാണ് പോയത്. വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. വെയിലുണ്ടാകും, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് വെയിലുള്ളത് കൊണ്ട് വൈകുന്നേര സമയങ്ങളിലാകുമ്പോൾ ഒരു പിക്നിക് സ്പോട്ട് പോലെ തന്നെ ആയി മാറും. അത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണല്ലോ വേമ്പനാട്ട് കായൽ. അതിലൂടെ നമ്മളുടെ ഹൗസ് ബോട്ട് പതുക്കെ മന്ദമാണ് പോകുന്നത്. കണ്ടോ, ധാരാളം ഹൗസ് ബോട്ടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊരു മിനി പിക്നിക്കായി മാറും എന്ന് തോന്നുന്നു. അവിടെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഐസ്ക്രീമും അതുപോലെ ചായ അങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ അതൊക്കെ വാങ്ങി കഴിക്കാം. അതോടൊപ്പം തന്നെ ഇതൊക്കെ കണ്ട് നമ്മൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം. കണ്ടോ, ഇതൊരെണ്ണം അടുത്തുകൂടി പോകുന്നതാണ്. വളരെ മന്ദം വെള്ളം പോകുന്നത് പോലെ പോകുന്നത് കാണാൻ സാധിക്കും. വെള്ളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ, എത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നു കാണുന്നു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണുവാനായിട്ട്. അങ്ങനെ ഞങ്ങളത് കണ്ട് ആസ്വദിച്ചപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കണ്ടു കാണും. എന്നാലും
ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. കണ്ടോ, തണ്ണീർമുക്കം പാലമാണല്ലോ അത്. അതിലെ കൂടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മളുടെ സ്പീഡ് ബോട്ട് കുതിച്ച് നടക്കുന്നുണ്ട്. കായലിൽ കൂടി കുതിച്ച് പോകുന്നുണ്ട്. കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അടുത്ത ചാൻസിന് പോകുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഹൗസ് ബോട്ട് ധാരാളം ഇങ്ങനെ കിടക്കുക. ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഉണ്ടോ, നമ്മൾക്കതിനകത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഹൗസ് ബോട്ടിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അതിൽ ഉണ്ട്. പലരും അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് ഹൗസ് ബോട്ടിൽ കൂടി. ചെറിയ ചെറിയ ഫാമിലി ഫങ്ഷനും അങ്ങനെ ഒരു ചെറിയൊരു മിനി ടൂറായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ മന്ദം പോകുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ ഇഷ്ടപ്പെട്ടത് ഈ സ്പീഡ് ബോട്ട് കാണുവാനായിട്ട് വളരെ ചന്തമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയപ്പോഴും ഞങ്ങൾ ബ്രേക്ക് ചെയ്യും. വെള്ളത്തിൽ കൂടി പോണ കാണിച്ചു തരാമേ. പല തവണ വരുന്നത് കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഒരു സ്പീഡ് ബോട്ട് ഇങ്ങനെ കുതിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഒരു 3-4 ഉണ്ട്. പല സ്ഥലത്ത് ആയിട്ട് ഒരു 3-4 അത്രയും ഉള്ളു. ചെറിയൊരു സംഖ്യയാണ്. അങ്ങനെ നിങ്ങളും ഇതുപോലെ തണ്ണീർമുക്കത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കുക. അത് വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ കൂടുതൽ നേരം നമ്മൾക്കത് ആസ്വദിച്ചിട്ടൊക്കെ നമ്മൾക്ക് നമ്മളുടെ യാത്രയുടെ ഇടയ്ക്ക് അതൊന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോകുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ ബൈ.